ഈസി ആയിട്ട് നമ്മുടെ റൂമിനെ എങ്ങനെ പെട്ടെന്നൊന്ന് മാറ്റിയെടുക്കാം അതിന് വേണ്ട ഹോം ഡെക്കർ ഐഡിയാസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, നമ്മുടെ വാളിന് ഒരു ചേഞ്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വാൾപേപ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വാളിന് ഒരു ചേഞ്ച് കൊടുക്കാം. ലിവിങ് റൂമിലെയോ ബെഡ്റൂമിലെയോ മെയിൻ വാളുകൾക്ക് ഡാർക്ക് ഷെയ്ഡ്സിലുള്ള ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സിലുള്ള ഏതെങ്കിലും വാൾപേപ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി വാൾപേപ്പേഴ്സ് പൊളിഞ്ഞു പോവോ എന്ന പേടിയുള്ളവർക്ക് സ്റ്റെൻസിൽസ് കൊണ്ട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റെൻസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ പാറ്റേൺ ആണ്, അത് വെച്ച് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വാളിൽ മൊത്തം ആ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് പല പാറ്റേൺസിലുള്ള സ്റ്റെൻസിൽസ് ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഇതിനിപ്പോൾ കാണിക്കുന്ന പാറ്റേൺസിന് 200-300 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നതാണ് വാൾ സ്റ്റിക്കേഴ്സ്. ഇപ്പം ഇതിൽ കാണിക്കുന്ന ബ്രിക്ക് പാറ്റേണിലുള്ള വൈറ്റ് വാൾ സ്റ്റിക്കറാണ്. ഇതല്ലാതെ പല പാറ്റേൺസിലും ഇത് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അടുത്തത്, നമ്മൾ ഫ്ലവേഴ്സിന് വേറൊരു സ്പോട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഫ്ലോറൽസ് നമ്മുടെ റൂമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വാഷ് ബേസിൻ്റെ സൈഡിലോ ബെഡ്റൂമിൻ്റെ സൈഡിലോ ലിവിങ് റൂമിൻ്റെ സൈഡിലോ ആയിട്ട് നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സോ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സോ നാച്ചുറൽ ഫ്ലവേഴ്സോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന വൈറ്റ് ഫ്ലവേഴ്സിന് 600 റുപ്പീസ് അല്ലെങ്കിൽ 500 റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് പ്ലാന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. കോർണേഴ്സിൽ, ലിവിങ് റൂം കോർണേഴ്സിലോ ബെഡ്റൂമിൻ്റെ കോർണേഴ്സിലോ പ്ലാന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ആർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് വലിയ വലിയ പിക്ചേഴ്സ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സൈഡിലായിട്ടോ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ മെറ്റൽ ആർട്ടുകൾ, അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെറിയ ചെറിയ പിക്ചേഴ്സ് കൂട്ടിയിട്ടൊരു വലിയ പിക്ചർ ആവുന്ന പോലത്തെ ഇങ്ങനത്തെ പാറ്റേൺസും നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ്, കനോപ്പീസ് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ബെഡ്റൂമിൽ കനോപ്പീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്ത് നമ്മുടെ ഉള്ള ഫർണിച്ചേഴ്സിന് ഒന്ന് തന്നെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ വന്ന പോലെ നമുക്കൊരു ഫീല് കൊണ്ടുവരാൻ പറ്റും. അടുത്തത്, റീഡിങ് ഇഷ്ടമുള്ളവർക്കൊരു റീഡിങ് കോർണർ സെറ്റ് ചെയ്യാം. നല്ലൊരു ചെയറും ലൈറ്റിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ബെഡ്റൂമിൻ്റെ സൈഡിലോ ലിവിങ് റൂമിൻ്റെ സൈഡിലായിട്ടോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഹാങ്ങിങ്സ് കൊടുക്കുക. ഹാങ്ങിങ് ലൈറ്റുകൾ 1, 2, 3 ആയിട്ട് നമുക്ക് പല പാറ്റേൺസിൽ ഇന്ന് അവൈലബിൾ ആണ്. അധികം വിലയൊന്നും വരില്ല. അടുത്തത് വന്നിട്ട് നമുക്ക് ടേബിൾ ക്ലോത്ത് പ്രൊവൈഡ് ചെയ്യാം. ഏറ്റവും മിനിമലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടേബിൾ ക്ലോത്ത്. അടുത്തത് മിക്സ് ആൻഡ് മാച്ച് ചെയേഴ്സ് ആണ്. ഡൈനിങ്ങിൻ്റെ എൻഡ് ചെയേഴ്സ് മാത്രം നമുക്ക് വേറെ പാറ്റേണിലോ വേറെ കളേഴ്സിലോ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് വന്ന പോലെ നമുക്ക് ഫീൽ കിട്ടും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കർട്ടൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. കളർഫുൾ കർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ റൂമിന് ഭയങ്കര ഒരു ചേഞ്ച് വന്ന പോലെ തോന്നും. അതുപോലെ തന്നെ കർട്ടൻസ് സീലിങ്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അടുത്തത്, സ്റ്റേറ്റ്മെൻറ്റ് വാൾസ് ഒക്കെ കൊടുക്കുക. അതായത് നമുക്കിപ്പോൾ പ്ലേറ്റ്സ്, പല പാറ്റേണിലുള്ള പ്ലേറ്റ്സ് വെച്ചിട്ടോ ആൻറ്റീക്സ് വെച്ചിട്ടോ മിറേഴ്സ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വാൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത്, മിറേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് വലിയ വലിയ മിറേഴ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ റൂം കൂടി ബ്രൈറ്ററായിട്ടും സ്പേഷ്യസ് ആയിട്ടും നമുക്ക് തോന്നും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. അടുത്തതാണ്, നമ്മുടെ ഫേർണിച്ചറിനൊന്ന് റീകവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കവേഴ്സ് ഇതുപോലെ ആമസോണിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ ഫേർണിച്ചർ വാങ്ങിയ പോലെ തന്നെ നല്ല രസമായിട്ട് കിടക്കുകയും ചെയ്യും. നമ്മുടെ ഫേർണിച്ചർ അഴുക്കൊന്നും ആവാതെ സൂക്ഷിക്കാനും നമുക്ക് പറ്റും. നമ്മുടെ ഡൈനിങ് ടേബിൾ ചെയേഴ്സിനും നമുക്കിത് യൂസ് ചെയ്യാം. ലാസ്റ്റ് വണ്ണാണ് കീപ്പ് ഇറ്റ് മിനിമൽ. ഈ എല്ലാ ഡെക്കേഴ്സും കൂടി നമ്മൾ ഒന്നിച്ച് ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും 1, 2, 3 ഇതിൽ പറഞ്ഞേക്കുന്ന ഡെക്കർ ഐഡിയാസ് യൂസ് ചെയ്യുക. നമ്മുടെ റൂം എപ്പോഴും മിനിമലായിട്ടും അതുപോലെ അറേഞ്ച്ഡ് ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സും എൻ്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.